വളരെ വിശാലമായിട്ടുള്ള ഒരു ചർച്ചയാണ് സത്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച എന്ന് പറയുന്നത്. നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസിൻ്റെ നാട്ടുരാഷ്ട്രീയത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാട്ടുരാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുന്നത് CPM അനുഭാവിയും SNDP പ്രവർത്തകനുമായ മടക്കത്താനം കാപ്പ് കുമാരൻ ചേട്ടനാണ്. തൻ്റെ രാഷ്ട്രീയക്കാർ എങ്ങനെയെല്ലാം തലതിരിഞ്ഞ് പ്രവർത്തിച്ചാലും ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയില്ല, LDF തന്നെ ഭരിക്കണം, പക്ഷേ SNDPയിലെ കുറ്റങ്ങൾ ചെയ്യുന്നവനെ ശിക്ഷിക്കുക, സമുദായത്തെ രക്ഷിക്കണം എന്ന പിടിവാശിയിലാണ് കുമാരൻ ചേട്ടൻ. ചിന്തിക്കണം, ഇങ്ങനെയുള്ള ഒരു പറ്റം ജനസമൂഹം കേരളത്തിൽ ഉള്ളതുകൊണ്ടാണ് CPM 20 സീറ്റും പിടിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നത്. കാണുക നാട്ടുരാജ്യ ന്യൂസ് റിപ്പോർട്ടർ KK വിജയനും കുമാരൻ ചേട്ടനുമായുള്ള രാഷ്ട്രീയ സംഭാഷണങ്ങൾ. അല്ലെന്നേ, നമ്മുടെ ചെറായിക്ക് അമ്പലത്തിലെ സംബന്ധിച്ച് അവിടെ പരിസരത്ത് നോക്കുവാണെങ്കിൽ SNDPയുടെ ഒരു പ്രതിനിധിയാണ് മത്സരിക്കണേ. പക്ഷെ നമ്മൾ SNDPക്കാരും അങ്ങോട്ട് സഹകരിക്കില്ല. അവർക്ക് LDFിനെ സഹകരിക്കും അല്ലേ, LDFിനോടാ സഹകരണം കൂടും. അതായത് LDFിനോട് കൂടുതൽ കാരണം നമ്മൾ കേരളത്തിൽ ഈ പഴയ കൂലിപ്പണിക്കാരെല്ലാവരും 85 കഴിഞ്ഞതിന് ശേഷമാണ് രക്ഷപ്പെട്ടത്. മണിയം വളരെ കാശൊക്കെ കൂടുതൽ 85 പറഞ്ഞാൽ 1985. ഇപ്പോൾ 15, 40, 30, 39, 40 കൊല്ലമായിരുന്നു. ഈ കാലഘട്ടങ്ങളിലൊക്കെ ആണ് ഇവർ ഈ പഴയത് മറ്റേ 1 രൂപ 2 രൂപ കൂലി ഉണ്ടായിരുന്നത്. ഈ 85 കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുതിയ ഭരണം വന്നതോടുകൂടി എല്ലാവർക്കും പാവപ്പെട്ട ആൾക്കാർക്കെല്ലാം ഒരുമാതിരി ശമ്പളം പണ കാശ് കിട്ടും, മറ്റുള്ള കൊടുത്ത കാശ് കിട്ടും, രാഷ്ട്രീയത്തിലൊക്കെ ചെറിയ പിടിയൊക്കെ ആവുന്നു. പിന്നെ അത് പോരാതെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പെൻഷനൊക്കെ കൊടുക്കണമല്ലേ. അതൊക്കെ ആ പെൻഷൻ്റെ കാശൊക്കെ എന്ന് പറഞ്ഞാൽ മോശമാണോ? എന്നാലും നമ്മുടെ പഴയകാല പ്രൗഢ രീതിയിലുള്ള CPMൻ്റെ ഒരു അനുനയ ജനകീയ നൈതികതയാണോ ഇപ്പം നേതാക്കളെല്ലാം പോകണം? അതെല്ലാവരും ഒന്നുമല്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെ ശകലൊരു വീഴ്ചകളില്ലേ? എന്തോ ഒരു ഇതുണ്ട്. അതായത് നമുക്കൊരു മുഷ്ക്, അത് നമ്മുടെ പാർട്ടിയെ ദൂഷ്യം ചെയ്യില്ല. നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ചോരയും നീരും കൊടുത്ത് കണ്ണിൽ കൃഷ്ണമണി പോലെ ആൾക്കാർ സംരക്ഷിച്ച് ഇരിക്കുമ്പോൾ ഇതുപോലെയുള്ള അപകീർത്ത പ്രശ്നങ്ങളും ഒരു സത്യത്തിൽ ഒരു മുതലാളിത്ത പദവി രീതിയിൽ കൂടി അല്ലല്ലേ പോക്ക്. കാര്യങ്ങൾ സത്യമായിട്ട് പറയണം, അല്ലാതെ അതിപ്പോൾ അങ്ങനെ തന്നെയാണ്. അതായത് അവർക്കുണ്ട്, അവർ ഈ നേതാക്കന്മാർ ആര് തെറ്റ് ചെയ്താലും തെറ്റ് അവർ സമ്മതിക്കില്ല. ഇതാണ് അതിൻ്റെ എല്ലാവരും ശരിയാണ്. സാഹചര്യത്തിൽ ഇന്ത്യ മഹാരാജ്യം ആര് ഭരിക്കുന്നുള്ളൊരു ഇലക്ഷനായി നടക്കും. അതായത് ഇപ്പം അതിനകത്ത് നമ്മുടെ LDF അവിടെ ചെന്ന ഒരു സീറ്റ് വരെ ഇപ്പോൾ ഇല്ലാത്ത ഒരു സ്ഥിതി. ഒരാളെ ഉള്ളൂ 10,360 ഇരിക്കുന്നിടത്തേക്ക്. അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് ഇവിടുന്ന് ഒരു പ്രതിനിധി ചെന്നാൽ വല്ലതും പ്രയോജനം ഉണ്ടാവുമെന്നാണ് നമ്മുടെ ചോദ്യം. അതെ. അപ്പോൾ ഇപ്പം അത് കൂടാതെ ഒരു വന്നേക്കണം നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് ഒരു 2010, 2012 ഈ തൊഴിലുറപ്പ് പദ്ധതി വന്നത്. ഈ തൊഴിലുറപ്പ് പദ്ധതി വന്നതോടുകൂടി ഈ നമ്മുടെ ഹൈറേഞ്ച് ഭാഗത്തുള്ള എല്ലാ സ്ത്രീകളും രക്ഷപ്പെട്ടു. കാര്യം 2-3 രൂപയുള്ളൂ, 10-200 രൂപയുള്ളൂ. അതുകൊണ്ടൊക്കെ ആ വരുമാനം കൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു. അതൊക്കെ നമ്മുടെ ഈ ഗവൺമെൻറ് വന്ന പിന്നെയാണ് നമുക്കത്. അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. തൊഴിലുറപ്പ് കൊണ്ടുവന്നത് നമ്മുടെ സർക്കാർ അല്ല, കോൺഗ്രസ്സുകാർ പഴയ കാലത്ത് അതിന് ശമ്പളവും കൂട്ടി നമ്മുടെ സർക്കാർ കൊടുത്തിട്ടില്ല. ശമ്പളം കൂട്ടി കൊടുത്തേക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. വന്ന പിന്നെ ഇപ്പോഴും കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തെറ്റിദ്ധാരണ ആ കുട്ടി അങ്ങനെ കൂട്ടി അതിനൊക്കെ അവർക്കുള്ള ആനുകൂല്യങ്ങളും മറ്റുള്ള ചികിത്സാ സമുദായങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇവർ ചെയ്യുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കുള്ള അവരെ ഒരു കുടിശ്ശിയും വെച്ചേക്കണില്ല. എല്ലാ അഡ്വാൻസും പറ്റിയേക്കുക. നമ്മളിവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് തിരിമറി നടത്തണമുണ്ട്. ചിലപ്പോൾ ചില ഇതുപോലെയുള്ള പൈസകൾ കിട്ടാതെ കിടക്കും. അങ്ങനെയുള്ളൊരു ദൂഷ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിനെ നമ്മളിങ്ങനെ ഈ ഇന്ത്യ ആര് ഭരിക്കുമെന്നുള്ള കർശനമായിട്ട് നമ്മളൊരു പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഒരു നിർണായക നിരീക്ഷണത്തിലുള്ള തീവ്രവാദം അത്രയ്ക്ക് ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ശക്തനായ ഒരു നേതാവാണ് നമുക്ക് ആവശ്യം.
അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ LDF-നെ കൊണ്ട് സാധ്യമാവുമെന്ന് ചേട്ടന് തോന്നുന്നു? എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് വിഷയം. ഇതിനകത്ത് വിഷയം ഇതല്ല. നമ്മൾ 25 പേരൊരു കമ്മിറ്റിയിലുണ്ടെങ്കിലും അതിൽ 15 പേര് കള്ളന്മാരും 10 പേര് നല്ലൊരു ആയാലും എപ്പോൾ ജയിച്ചാലും ഈ കള്ളനെ ജയിക്കുള്ളൂ. കള്ളനാണ് ജയിക്കുള്ളൂ. അപ്പോൾ ഈ കള്ളന് നമ്മൾ വീണ്ടും കൂട്ടി നിൽക്കുവാന്നാണ് കേരളത്തിൻ്റെ ഒരു പോളിസി. ശരിയല്ലേ? അതാണ് അതിനകത്തുള്ള ഇത്. കള്ളന് വീണ്ടും കൂട്ടി നിൽക്കുവാന്നാണ് നമ്മുടെ ഒരു പാരമ്പര്യം. എന്തെല്ലാം തെറ്റ് ചെയ്താലും എന്നൊക്കെ പറഞ്ഞാലും ഇപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല. ആരായാലും നമുക്ക് വിഷയമില്ല. നമ്മളിപ്പോൾ ചേരായ്ക്ക് അമ്പലത്തിൽ ഇതൊക്കെ ചോദിച്ചില്ലേ, നമ്മുടെ കാശുകൾ പിരിച്ച് ചുമ്മാ ഇരിക്കണം കൊണ്ട് തിന്നു ഇല്ലേ? ഞാൻ പറഞ്ഞാൽ അവനെ 24 മണിക്കൂറിനകം വെച്ചുകൊണ്ടിരിക്കരുത്. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അവന് കേസ് കൊടുത്താൽ സൈഡ് കൊടുക്കും. പിന്നെ അവൻ്റെ കാലം അവൻ്റെ മക്കളുടെ കാലത്ത് വരുമ്പോഴാണ് ശിക്ഷ വന്നത്. അത് പറ്റില്ല. ജനകീയ നടപടി വേണം, ജനാധിപത്യ രീതിയിൽ നമുക്ക്. അതായത് ഇത് എടുത്തെന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം മുതൽ അവൻ്റെ വീടും പരിസരവും എല്ലാം തല്ലിപ്പൊളിച്ച് വെള്ളം കളഞ്ഞ് അതിന് സമാധാനം അപ്പം തന്നെ ഉണ്ടായിരിക്കണം. ഇതിപ്പോൾ എല്ലാവരും കൂടെ കൂടി സൈഡ് പിടിച്ച് വെച്ചേക്കൂല്ലേ? അവൻ പോട്ടെ നിനക്കെന്നെ. അതറിയോ എന്തോരം കാശ് പാവങ്ങളുടെ കാശ് ഞെക്കിപ്പിഴിഞ്ഞുണ്ടാക്കി. ഒരു സംഘടനാ ശേഷിക്കുറവ് നമ്മുടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ജനം മൊത്തത്തിൽ. തൊടുപുഴ SNDP യൂണിയനുമായി ബന്ധപ്പെട്ട് പിന്നെ എല്ലാ യൂണിയനും ഇതോടുകൂടി ഉണ്ടല്ലോ. എന്തൊരു ആൾക്കാർ മാറിപ്പോയെന്നറിയോ? കാരണം ചോദിക്കാനും പറയാനും ആരുമില്ല. അപ്പം ആരെങ്കിലും നമ്മളൊരു നേതാവിനോട് പറഞ്ഞാൽ അവൻ ചിലപ്പം, അതായത് അവിടെ ത്യാഗരാജൻ എന്ന് പറഞ്ഞ പുള്ളി അവിടെ കണക്കെഴുതിക്കൊണ്ട് അവനുണ്ടായപ്പം വരെ അവിടെ എഴുതിക്കൊണ്ട് അത് ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പം അവൻ തന്നെ സ്വയം ഇത് രാജിവെച്ച് പോവുക. ചുരുക്കി പറഞ്ഞാൽ SNDPക്ക് ഒരു ശരിയായ നേതൃത്വം ഇല്ല. ഈ കട്ടുകനെ മാത്രമല്ല, രാഷ്ട്രീയമായും നമുക്ക് മുന്നേറാൻ ഒരു നേതൃത്വം ഇല്ല. നമ്മുടെ അവകാശങ്ങൾ ദിനം പ്രതി ചെല്ലുന്ന ആര് ഭരിച്ചാലും നമ്മൾ ഓരോരുത്തരുടെയും നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി കാല് പിടിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് കേരളത്തിൻ്റെ പോക്ക്. നമ്മൾ എന്തോരം പിള്ളേരെ ഇപ്പം ചുരുക്കി പറഞ്ഞുതരാം. ഏതാണ്ട് 10, 40, ഒരു 2000-ന് ശേഷം 20, 45 നമ്മുടെ ഒരു സ്വന്തപ്പെട്ട ഒരു ചെറുക്കൻ ഈ നമ്മുടെ മടക്കത്താനത്ത് CA ഫസ്റ്റ് പാസ്സായി. ഒരു സ്വീകരണം ഈ SNDPക്ക് കൊടുക്കാൻ പറ്റില്ല. SNDPയുടെ ആൾക്കാരാണ്. അതേ സമയത്ത് ഒരു ക്രിസ്ത്യാനിയാണ് അവൻ പള്ളിയിൽ വെച്ച് കൊടുക്കും. തീർച്ചയായിട്ടും കൊടുക്കും. CA അവിടെ നമ്മുടെ ഈ ചൊവ്വന്മാരിൽ ഒരാൾ, ഒരു ചൊവ്വൻ്റെ മകൻ, ഇതുപോലെ ആയിട്ട് ഒന്നുമില്ലാത്തതിൻ്റെ മകൻ. ചൊവ്വന് തന്നെ കാലൻ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് യാഥാർത്ഥ്യമല്ലേ? അതാണ്. ഞങ്ങളന്നേരം ഇവരെല്ലാം തെറി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവനോട് ഇപ്പോഴും ഈ ചേരായ്ക്കമ്പലത്തെ ഉത്സവത്തിന് അവിടുത്തെ ചിലപ്പം പ്രസാദ കൂട്ട് അതുപോലെ വലിയ ഇതൊക്കെ അതേ. SNDPയുടെ കരുത്തനായ നേതാവ് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കുന്നു. അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ഇടുക്കിയിൽ പൊരിഞ്ഞ പോരാട്ടം. പക്ഷേ സമുദായ അംഗങ്ങൾ ആർക്കൊപ്പം എന്ന് ദീർഘകാലം SNDPയുടെ പ്രവർത്തകനുമായ കുമാരൻ ചേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഏക്കാലത്തും ഏത് രാഷ്ട്രീയത്തിലും ഈഴവ സമൂഹം എല്ലാ ഇടങ്ങളിലും അവഗണിക്കപ്പെടാനുള്ള കാരണവും ഇതുതന്നെയാണ്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.